ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 15 തിങ്കൾ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ വിതക്കാരൻ്റെ ഉപമയെ ഈശോ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 4 സ്ഥലങ്ങളിൽ വീഴുന്ന വിത്ത് 3 പാഴായിപ്പോയി, 4-മത്തത് ഫലം ചൂടി. വഴിയരികിൽ വീണ വിത്ത്, അത് വീണപ്പോൾ തന്നെ സാത്താൻ വന്ന് അവയെ നീക്കം ചെയ്തു എന്ന് പറയുക. എന്നാൽ പാറപ്പുറത്ത് വീണ വിത്താകട്ടെ, അത് സന്തോഷപൂർവ്വം സ്വീകരിക്കപ്പെട്ടു. പക്ഷെ വേരില്ലാത്തതിനാൽ അത് നശിച്ചുപോയി, അല്പകാലത്തേക്ക് നിലനിന്നുള്ളൂ. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് നന്നായിട്ട് വന്നു, പക്ഷെ ഞെരുക്കങ്ങളുണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, വീണുപോയി. 4-മത്തെ സ്ഥലത്താകട്ടെ, അത് വീണു, മണ്ണിൽ നിന്ന് ചുറ്റുപാടിൽ നല്ല സഹകരണം വന്നു, അതിനനുസരിച്ച് വളർന്നു, 100 മേനി ഫലം ചൂടി. സുഹൃത്ത്, നീ വചനം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. വഴിയരികിൽ വീണ വിത്ത് പാഴായിപ്പോയത് ആ വിത്തിനെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പാറപ്പുറത്ത് വീണ വിത്ത് പാഴായി പോകാൻ കാരണം അതിന് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത്, ആഴത്തിൽ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് പാഴായി പോകാൻ കാരണം ചുറ്റുപാടുകൾ വന്നപ്പോൾ തളർന്നു പോയെന്നുള്ളതാ. ചുറ്റുപാടുകളെക്കാളും ആഴത്തിൽ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ പാഴായി പോയ 3 വിത്തിന്റെ കഥകൾ എടുക്കുകയാണെങ്കിൽ, നീ ദൈവവചനത്തെ സ്നേഹിക്കണം, ആഴത്തെ സ്നേഹിക്കണം, ചുറ്റുപാടും ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങളെക്കാൾ കൂടുതൽ ആഴത്തെ സ്നേഹിക്കണം. അവിടെ നീ 100 മേനി ഫലം ചൂടും. ദൈവവചനത്തെ ആഴത്തിൽ, മറ്റെല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് താല്പര്യത്തോട് കൂടി നീ സ്വീകരിക്കണം, സ്നേഹിക്കണം. അത് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണ്. അല്പമെങ്കിലും താല്പര്യമോ സ്നേഹമോ കുറഞ്ഞാൽ അത് പാഴായിപ്പോവും. ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിൻ്റെ വചനത്തെ സ്നേഹിക്കാനും സ്വീകരിക്കുവാനും എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.